ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ടു ജൂബി ക്രോഷേ. ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഗ്രാനി മാറ്റ് ആണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് മിൽക്ക് കോട്ടൺ യാണാണ്, പിന്നെ 4.5 mm ഹൂക്കും. അപ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഗ്രാനി സ്ക്വയർ ചെയ്യാൻ ആദ്യം മാജിക് റിങ് ചെയ്യാണ് വേണ്ടത്. മാജിക് റിങ് ചെയ്യാൻ ഈ 2 ഫിംഗർ യൂസ് ചെയ്ത് യാൺ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇതുപോലെ ഈ 2 ഫിംഗറിൽ യാണ് ചുറ്റുക. 2 തവണ ചുറ്റണം. ആദ്യം ചുറ്റിയതിൻ്റെ താഴെയായിട്ട് രണ്ടാമത് ചുറ്റുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വെക്കുക. ഇനി ഹുക്ക് എടുക്കുക. മുകളിലുള്ള യാണിനടിയിലൂടെ ഹുക്കിട്ട് താഴെയുള്ള യാണിനെ ഇങ്ങനെ പുറത്തേക്ക് വലിക്കുക. പുറത്തെത്തി കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ തിരിക്കുക. ഇനി ഫിംഗർ മെല്ലെ മാറ്റുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇങ്ങനെയാണ് മാജിക് റിങ്ങിനെ പിടിക്കേണ്ടത്. 2 യാണ് വരുന്ന ഭാഗം ഇങ്ങോട്ടാക്കിയിട്ട് പിടിക്കണം. എന്നിട്ട് നല്ല ടൈറ്റായിട്ട് പിടിക്കുക. അപ്പോഴാണ് നമുക്ക് സ്റ്റിച്ചസ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുക. 3 ചെയിൻസ് ഇട്ടിട്ടാണ് നമ്മൾ ഗ്രാനി സ്ക്വയറിൻ്റെ ഫസ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 2 3. ഇനി ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. ഹുക്കിൽ ഇങ്ങനെ നൂല് ചുറ്റുക. ഇങ്ങനെ ഈ 2 യാണ് വരുന്ന ഭാഗത്തേക്ക് ഹുക്ക് ഇടുക. യാണിനെ വലിച്ച് റിങ്ങിൻ്റെ പുറത്തെടുക്കുക. അപ്പോൾ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്ത് ആദ്യം 2 ലൂപ്പിലൂടെ എടുക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്ത് അടുത്ത 2 ലൂപ്പിലൂടെ എടുക്കുക. ഇനി ഇതുപോലെ 14 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്യണം. ടോട്ടൽ നമുക്ക് 15 സ്റ്റിച്ചസ് ആണ് വേണ്ടത്. ിലെ 3ാമത്തെ ചെയിനിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഹുക്ക് നേരെ 3ാമത്തെ ചെയിനിലേക്ക് ഇട്ട് കൊടുക്കുക. നൂലിനെ വലിച്ച് ചെയിനിൻ്റെ പുറത്തെടുക്കുക. ഹൂക്കിലുള്ള ലൂപ്പിൻ്റെയും പുറത്തെടുക്കുക. ഇനി സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സെക്കൻഡ് റൗണ്ടിൽ പഫ് സ്റ്റിച്ചാണ് ചെയ്തിട്ടുള്ളത്. പഫ് സ്റ്റിച്ച് ചെയ്യാൻ ബിഗിനേഴ്സിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആദ്യം 2 ചെയിൻസ് ഇടുക. എന്നിട്ട് ഈ സെയിം സ്റ്റിച്ചിൽ തന്നെയാണ് ഫസ്റ്റ് പഫ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ 3 തവണ നമ്മൾ യാണിനെ വലിച്ചെടുക്കണം, യാൺ ഓവർ ചെയ്യാതെ. ഹുക്കിൽ ഒരു തവണ നൂല് ചുറ്റുക. സെയിം സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇട്ട് കൊടുക്കുക. നൂലിനെ ഇങ്ങനെ വലിച്ച് 2 ചെയിൻസിൻ്റെ ലെങ്ത്തിൽ കൊണ്ടുവരാം. വീണ്ടും ഹുക്കിൽ നൂല് ചുറ്റിയിട്ട് സെയിം സ്റ്റിച്ചിലേക്ക് ഇട്ട് കൊടുക്കുക. നൂലിനെ ഇങ്ങനെ വലിച്ച് 2 ചെയിൻസിൻ്റെ ലെങ്ത്തിൽ കൊണ്ടുവരാം. 3ാമത്തെ തവണ ഇതുപോലെ തന്നെ ചെയ്യാം. നൂലിനെ ഇങ്ങനെ വലിച്ച് എടുക്കുക. 2 ചെയിൻസിൻ്റെ ലെങ്ത്തിൽ കൊണ്ടുവന്നാൽ ടോട്ടൽ ഹൂക്കിൽ 6 ലൂപ്പും നേരത്തെ ഉള്ള ഒരു ലൂപ്പും കൂടെ 7 ലൂപ്പ് ഉണ്ടാവും. യാൺ ഓവർ ചെയ്ത് ആ 7 ലൂപ്പിലൂടെയും നൂലിനെ വലിച്ചെടുക്കുക. എന്നിട്ട് ഒരു ചെയിൻ ഇട്ട് പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. 3 തവണ ലൂപ്സ് വലിച്ചെടുക്കുക. അതിനുശേഷം യാൺ ഓവർ ചെയ്യാം. അപ്പോൾ ഹൂക്കിൽ യാണ് ചുറ്റി അടുത്ത സ്റ്റിച്ചിലേക്ക് ഹൂക്ക് ഇട്ട് കൊടുക്കുക. നൂലിനെ വലിച്ചെടുക്കുക. 2 ചെയിൻസിൻ്റെ ലെങ്ത്തിൽ കൊണ്ടുവരാം. വീണ്ടും നൂല് ചുറ്റിയിട്ട് സെയിം സ്റ്റിച്ചിലേക്ക് ഇട്ട് കൊടുക്കുക. ലൂപ്പ് വലിച്ചെടുത്ത് 2 ചെയിൻസിൻ്റെ ലെങ്ത്തിൽ കൊണ്ടുവരാം. വീണ്ടും ഹുക്കിൽ നൂല് ചുറ്റുക. സ്റ്റിച്ചിലേക്കിട്ട് നൂലിനെ ഇങ്ങനെ വലിച്ചെടുക്കുക. 2 ചെയിൻസിൻ്റെ ലെങ്ത്തിൽ കൊണ്ടുവരാം. ഇപ്പോൾ ഹൂക്കിൽ ടോട്ടലി 7 ലൂപ്സ് ഉണ്ടാവും. അങ്ങനെ 7 ലൂപ്സ് ആയി കഴിഞ്ഞാൽ യാൺ ഓവർ ചെയ്യാം. യാൺ ഓവർ ചെയ്ത് മുഴുവൻ ലൂപ്പിലൂടെയും യാണിനെ വലിച്ചെടുക്കുക. എന്നിട്ട് ഒരു ചെയിൻ ഇട്ട് ലോക്ക് ചെയ്യാം. വീണ്ടും അടുത്ത സ്റ്റിച്ചിലും ഇതുപോലെ തന്നെ ചെയ്യാം. അങ്ങനെ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ടോട്ടൽ 16 പഫ് സ്റ്റിച്ചസ് കിട്ടും. ഇനി സ്ലിപ്പ് സ്റ്റിച്ച് ഇടുകയാണ് വേണ്ടത്.
സ്ലിപ്പ് സ്റ്റിച്ച് ഇടുന്നത് ഈ ഒരു ഗ്യാപ്പിലേക്കാണ്. ഫസ്റ്റ് പഫ് സ്റ്റിച്ചിൻ്റെയും സെക്കൻഡ് പഫ് സ്റ്റിച്ചിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പിലേക്ക് ഹുക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലൂപ്പിനെ വലിച്ചെടുക്കുക. ലൂപ്പിനെ ഇതുപോലെ വലിച്ചെടുത്ത് ഹൂക്കിലുള്ള ലൂപ്പിൻ്റെയും പുറത്തേക്ക് എടുക്കുക. ലൂസായിട്ട് ചെയ്യാം. ഇനി ഈ തേർഡ് റൗണ്ടിൽ ഈ ഒരു ഗ്യാപ്പിലേക്കാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. തേർഡ് റൗണ്ടിൽ ഡബിൾ ക്രോഷ്യ 4 ടുഗദർ ആണ് ചെയ്യേണ്ടത്. അതായത് 4 ടൈംസ് ഡബിൾ ക്രോഷ്യേൻ്റെ ഹാഫ് പോർഷൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആദ്യം 2 ചെയിൻസ് ചെയ്യാം. 2 ചെയിൻസ് ഇട്ടതിന് ശേഷം ഹുക്കിൽ യാൺ ചുറ്റി ഈ സെയിം ഗ്യാപ്പിലേക്ക് തന്നെ ഹുക്ക് ഇട്ട് കൊടുക്കുക. യാണിനെ ഇങ്ങനെ വലിച്ച് 2 ചെയിൻസിൻ്റെ ലെങ്ത്തിൽ കൊണ്ടുവരിക. എന്നിട്ട് യാൺ ഓവർ ചെയ്ത് 2 ലൂപ്സിലൂടെ മാത്രം എടുക്കുക. അതായത് ഡബിൾ ക്രോഷ്യേൻ്റെ ഹാഫ് പോർഷൻ. വീണ്ടും ഹുക്കിൽ യാൺ ചുറ്റുക. സെയിം സ്പേസിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. യാണിനെ ഇങ്ങനെ വലിച്ച് അതേ ലെങ്ത്തിൽ കൊണ്ടുവരിക. യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പിലൂടെ മാത്രം എടുക്കുക. വീണ്ടും മൂന്നാമത്തെ തവണയും ഹുക്കിലെ നൂല് ചുറ്റുക. സെയിം ഗ്യാപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. യാണിനെ ഇങ്ങനെ വലിച്ച് കൊണ്ടുവരിക. 2 ചെയിൻസിലൂടെ മാത്രം യാൺ ഓവർ ചെയ്തെടുക്കുക. നാലാമത്തെ തവണയും ഹുക്കിൽ യാൺ ചുറ്റുക. സെയിം ഗ്യാപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. ലൂപ്സ് ഇങ്ങനെ വലിച്ചെടുത്ത് യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പിലൂടെ മാത്രം എടുക്കുക. അങ്ങനെ 4 ടൈം ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ 5 ലൂപ്സ് കിട്ടും ഹുക്കിൽ. എന്നിട്ട് യാൺ ഓവർ ചെയ്ത് ആ 5 ലൂപ്പിലൂടെയും യാണിനെ വലിച്ചെടുക്കുക. ഇനി 2 ചെയിൻസ് ഇട്ട് കൊടുക്കുക. ഇനി നേരെ അടുത്ത ഗ്യാപ്പിലേക്കാണ് ചെയ്യേണ്ടത്. ആദ്യം ഹുക്കിൽ യാൺ ചുറ്റുക. ഈ ഒരു ഗ്യാപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. യാണിനെ വലിച്ച് 2 ചെയിൻസിൻ്റെ ലെങ്ത്തിൽ കൊണ്ടുവരിക. യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പിലൂടെ മാത്രം എടുക്കുക. വീണ്ടും ഹുക്കിൽ യാൺ ചുറ്റുക. സെയിം ഗ്യാപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. യാണിനെ വലിച്ച് 2 ചെയിൻസിൻ്റെ ലെങ്ത്തിൽ കൊണ്ടുവരിക. എന്നിട്ട് യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പിലൂടെ മാത്രം എടുക്കുക. വീണ്ടും ഹുക്കിൽ യാൺ ചുറ്റുക. സെയിം ഗ്യാപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. ലൂപ്സ് എടുത്തിട്ട് 2 ലൂപ്സിലൂടെ മാത്രം യാണിനെ വലിച്ചെടുക്കുക. നാലാമത്തെ തവണയും സെയിം ഭാഗത്തേക്ക് തന്നെ ഹുക്ക് ഇടുക. യാണിനെ വലിച്ചെടുക്കുക. 2 ലൂപ്സിലൂടെ മാത്രം യാൺ ഓവർ ചെയ്തെടുക്കുക. ടോട്ടൽ ഹുക്കിൽ 5 ലൂപ്സ് കിട്ടും. ആ 5 ലൂപ്സിലൂടെയും യാൺ ഓവർ ചെയ്തെടുക്കുക. എന്നിട്ട് 2 ചെയിൻസ് ഇടുക. ഇതുപോലെ തന്നെ എല്ലാ ഗ്യാപ്പിലും ഡബിൾ ക്രോഷ്യ 4 ടുഗദർ ആണ് ചെയ്യേണ്ടത്. ഓരോ 4 ടുഗദറിൻ്റെ ഇടയിലും 2 ചെയിൻസും കൂടെ ചെയ്ത് കൊടുക്കുക. ചെയിൻസും ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഈ റൗണ്ടിൽ 16 4 ടുഗദർ സ്റ്റിച്ചസ് ആണ് കിട്ടുക. ഇനി സ്ലിപ്പ് സ്റ്റിച്ച് ഇടാണ് വേണ്ടത്. ഫസ്റ്റ് 4 ടുഗദർ സ്റ്റിച്ച് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഗ്യാപ്പിലേക്കാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഹുക്ക് ആ ഒരു ഗ്യാപ്പിലിട്ട് യാണിനെ ഇങ്ങനെ വലിച്ചെടുക്കുക. ലൂസായിട്ട് ചെയ്യുക. എങ്കിലേ ഇത് ഫ്ലാറ്റായിട്ട് കിട്ടുള്ളൂ. ഇനി 4th റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ. 4th റൗണ്ടിലും നേരത്തെ ചെയ്ത പോലെ തന്നെ ഡബിൾ ക്രോഷ്യ 4 ടുഗദർ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം 2 ചെയിൻസ് ഇടുക. 4 തവണ ഡബിൾ ക്രോഷ്യേൻ്റെ ഹാഫ് ഭാഗം ചെയ്യുക. 1 2 3 4 ടൈംസ് ഡബിൾ ക്രോഷ്യേൻ്റെ ഹാഫ് ഭാഗം ചെയ്തു. ഹൂക്കിൽ 5 ലൂപ്പ് കിട്ടും. ആ 5 ലൂപ്പിലൂടെയും യാൺ ഓവർ ചെയ്തെടുക്കുക. എന്നിട്ട് 3 ചെയിൻസ് ഇട്ട് കൊടുക്കുക. 1 2 3. കഴിഞ്ഞ റൗണ്ടിൽ ഓരോ ഗ്യാപ്പിലും 2 ചെയിൻസ് ആണ് ഇട്ടിരുന്നത്. ഈ റൗണ്ടിൽ 3 ചെയിൻസ് ആണ് ഇട്ട് കൊടുക്കേണ്ടത്.
ഇനി നേരെ അടുത്ത ഗ്യാപ്പിലേക്ക് ഇതുപോലെ തന്നെ 4 ടൈം ഡബിൾ ക്രോഷ്യേൻ്റെ ഹാഫ് ഭാഗം ചെയ്യാം. 1 2 3 4. ഇനി yarn ഓവർ ചെയ്ത് 5 ലൂപ്സിലൂടെയും എണ്ണ വലിച്ചെടുക്കുക. എന്നിട്ട് 3 ചെയിൻസ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. 3 ചെയിൻസ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ഗ്യാപ്പിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ടോട്ടൽ ഈ റൗണ്ടിൽ 16 4 ടുഗദർ സ്റ്റിച്ചസ് ആണ് കിട്ടുക. ഇനി ഈ സർക്കിളിനെ ഇതുപോലെ സ്ക്വയർ ഷേപ്പിലാക്കിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ കോർണറിൻ്റെ ഇവിടം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം 4 ചെയിൻസ് ഇടുക. 1 2 3 4. ഈ 4 ചെയിൻസിനെയാണ് ഫസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യ ആക്കിയിട്ട് എടുക്കുന്നത്. ഇനി 3 ട്രിപ്പിൾ ക്രോഷ്യയും കൂടി ചെയ്യണം. ഈ സെയിം ഗ്യാപ്പിലേക്ക് ഹുക്കിൽ ആദ്യം 2 തവണ നൂല് ചുറ്റുക. എന്നിട്ട് സെയിം ഗ്യാപ്പിലേക്ക് ഹുക്ക് ഇട്ട് കൊടുക്കുക. യാണിനെ വലിച്ചെടുത്താൽ 3 തവണ yarn ഓവർ ചെയ്യുക. ആദ്യം yarn ഓവർ ചെയ്ത് 2 ലൂപ്പിലൂടെ എടുക്കുക. വീണ്ടും yarn ഓവർ ചെയ്ത് അടുത്ത 2 ലൂപ്പിലൂടെ എടുക്കുക. വീണ്ടും yarn ഓവർ ചെയ്ത് ലാസ്റ്റ് 2 ലൂപ്പിലൂടെ എടുക്കുക. വീണ്ടും ട്രിപ്പിൾ ക്രോഷ്യ തന്നെ ചെയ്യാം. മൂന്ന് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞാൽ 2 ചെയിൻസ് ഇട്ട് കൊടുക്കുക. ഇനി ഈ സെയിം ഗ്യാപ്പിലേക്ക് തന്നെ 4 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാം. ഇനി അടുത്ത ഗ്യാപ്പിലേക്ക് 4 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഇനി അടുത്ത ഗ്യാപ്പിലേക്ക് 4 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യും. അടുത്ത ഗ്യാപ്പിലേക്ക് 4 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഇനി അടുത്ത കോർണറാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം 4 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാം.
ഇനി 2 ചെയിൻസ് ഇട്ട് കൊടുക്കുക. സെയിം ഗ്യാപ്പിലേക്ക് തന്നെ 4 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു റോയിൽ ചെയ്തത് തന്നെ റിപ്പീറ്റ് ചെയ്യാണ് വേണ്ടത്. കോർണർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡബിൾ ക്രോഷ്യ ചെയ്യുക അടുത്ത ഗ്യാപ്പിൽ. അത് കഴിഞ്ഞിട്ടുള്ള ഗ്യാപ്പിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക, വീണ്ടും ഡബിൾ ക്രോഷ്യ ചെയ്യുക, വീണ്ടും കോർണർ ചെയ്യുക. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാണ് വേണ്ടത്. അങ്ങനെ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ ലാസ്റ്റ് ഗ്യാപ്പിൽ 4 ഡബിൾ ക്രോഷ്യ ആണ് ഉണ്ടാവുക. എന്നിട്ട് 4th ചെയിനിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇനി യാണ് കട്ട് ചെയ്യുക. ഇനി ഈ 2 ടെയിലിൻ്റും നീഡിൽ വെച്ചിട്ട് ഒന്ന് ഹൈഡ് ചെയ്യുക. അപ്പോൾ ഗ്രാനി സ്ക്വയർ കംപ്ലീറ്റ് ആയി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.